അടി കിട്ടും. ഐ ഡോണ്ട് നോ എസ് ബേബി ആണോ SKL ആണോ മറിയം സാറേ ആണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇന്ന് മമ്മയുടെയും ഡാഡയുടെയും നിങ്ങളില്ലാത്ത ലാസ്റ്റ് ഡേ ആണ്. വേഗം നല്ല കുട്ടിയായിട്ട് വാ, വേഗം വരണം. ഡാഡ ലേബർ റൂമിൽ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. കരച്ചിലാണല്ലോ. കണ്ണൊക്കെ തുറന്ന് നോക്കണം പെട്ടെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്ത് വിളിച്ചു കിടക്കണ ബേബി? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉറക്കം മതിയായില്ലേ യേശു? ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു വർഷം മുമ്പേ ഒരു ബാവ വന്നിട്ടേ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ കിടക്കാറ്. വാവി ഇങ്ങനൊരു കുഞ്ഞി വാവ വാവ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഒരു ബാവ ഫുൾ ടൈം ആ വാവേ ഇങ്ങനെ ബേബി ബർത്ത്ഡേക്ക് സുന്ദരിയായിട്ട് സ്കൂളിൽ പോവാണല്ലേ. എന്നിട്ട് ബേബി സ്കൂളിൽ പോയിട്ട് കേക്ക് മുറിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. മിഠായി കൊടുക്കും ബേബിയുടെ ഫ്രണ്ട്സിന് അല്ലേ. ബേബിയുടെ ഫ്രണ്ട്സ് ആരാ? ആണോ? കിലോ ആണോ ഫ്രണ്ട്? വേറെ ആരാ കൂട്ടുകാരികള്? പിന്നാരാ? ഹിലു ഈദു പിന്നാരാ? ഹിലു ഈദു പിന്നാരാ? നമ്മളിപ്പോ കൊച്ചിന്റെ സ്കൂളിലേക്കുള്ളതും വൈകുന്നേരം മുറിക്കേണ്ട കേക്ക് എല്ലാം വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കണം. ഇന്ന് ഞങ്ങൾ കുറേ നേരമായി പർച്ചേസിന് ഇറങ്ങിയിട്ട് പർച്ചേസ് തീരുന്നേ ഇല്ല. ഇനി ഒരു ഐസ്ക്രീമും കൂടി വാങ്ങിക്കാനുണ്ടല്ലേ. വൗ, ലുക്ക് അറ്റ് മീ. ഞാനൊരു മഴയത്ത് നനഞ്ഞതിൻ്റെതാണ് കാണുന്നത്. സോ നമ്മളിപ്പോൾ കേക്കായിട്ട് എസ് ബേബിൻ്റെ സ്കൂളിലേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എസ് ബേബിയുടെ റിയാക്ഷൻ കിട്ടണം. അമ്മ സ്കൂളിലോ എന്നൊക്കെ വിചാരിക്കും എസ് ബേബി. ഡാഡനെ കയറ്റുന്നില്ല സ്കൂളില്. എനിക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ, നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല സ്കൂളിൽ. നമ്മള് ബേബിയുടെ സ്കൂളിൽ വന്നിട്ടുണ്ട് കേക്കായിട്ട്. ബേബി വെയിറ്റ് ചെയ്തിരിക്കാന്നോ തോന്നണേ. ബേബിയുടെ റിയാക്ഷൻ കണ്ടോ? അവിടുന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ട്, പക്ഷെ ഇവിടെ ചെറുങ്ങനെ മൊത്തത്തിൽ കണ്ടുപോയിട്ടാണ്. ബേബിയുടെ കിലു വന്നിട്ടുണ്ടോ ബേബി? ആരെ കിലു? ആരെ കിലു? കിലു അല്ല, അതാണ് ബാബുന്നാണോ പേര് കൊച്ചിന്റെ? ഈദ് വന്നിണ്ടാ? ഏത് ആരാ? അതാണ് ഏതു തുമ്പി ചേച്ചിയില്ലേ? കേക്ക് ഇഷ്ടമാ? Happy birthday
ഇതാണ് കിലോ അല്ലേ? ഏത് പച്ചടുത്തേ കൊടുത്തേ അങ്ങനെ അവള് കേക്ക് തിന്നു. എസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എസ് ഭയങ്കര ഹൈപ്പർ ആയിരുന്നു ഞങ്ങളെ കണ്ടിട്ട്. ഇനി രാത്രി ചെന്നിട്ട് കുറേ പണിയുണ്ട്. രാത്രിയിലത്തെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അല്ലേ ചിത്ത? എന്ത് പെട്ടെന്ന് ഈ പിള്ളേരൊക്കെ വലുതാവണല്ലേ. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ വലിയ കുട്ടിയായി. പക്ഷെ ഞങ്ങളുടെ മോള് അവളത് നിസ്സാരക്കാരില്ല, അതൊരു ഐറ്റമാണ്. ഭയങ്കര ഒരു കാന്താരി മറിയാണ്. അവളവിടെ ഇളക്കി മറക്കുന്നുണ്ടാവും സ്കൂളിലൊക്കെ. ചേട്ടാ എന്തെങ്കിലൊക്കെ ആവോ? ആ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. ബലൂണൊക്കെ വീർപ്പിക്കാനുണ്ട്. എല്ലാം ചേട്ടൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. എസ് ബേബി വരുമ്പോഴത്തേനും ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്തൊരു ഇതാക്കും തോന്നുന്നു. എന്താണ് വീർപ്പിക്കണോ? ഓട്ടയുണ്ട്. എന്താ വീർപ്പിക്കണോ? വീർപ്പിക്കൽ സ്പെഷ്യലിസ്റ്റ് സ്മേര. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ വീർപ്പിക്കണേ. ഞാൻ ഈ ഭാഗത്തേക്ക് പോവാത്ത ആളാ. എസ് ബേബി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. എസ് ബേബി ഇനി ഇവിടുത്തെ ഡെക്കറേഷനൊക്കെ കാണുമ്പോ പറഞ്ഞ് ഞെട്ടിപ്പോവും. ബേബിയുടെ ബർത്ത്ഡേ ഒരു സാധനം കാണിച്ചു കിട്ടേ. ഇതെന്തിട്ട് ക്യാമറ വരുമ്പോ മിനിച്ചോണ്ടെന്ന് പറയാത്ത എല്ലാവരും വരും കേട്ടാ. യസു യസു അത് നേരെ കളക്കാം. പൊന്നുമുത്ത് നല്ല ഭംഗിയുണ്ട്. പവാട അവിടെ പിടിക്കേട്ടാ. പാവാട ഭയങ്കര ഇഷ്ടാ. ഓഫ് നോ യസു നോക്കിയേ. യസു കളർ കോഡൊക്കെ പ്രമാണിച്ച് ബ്ലാക്ക് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പപ്പ ബേബി ഡ്രസ് ഇടാൻ പോണുള്ളൂ അല്ലേ? ഹലോ വേണ്ടാന്നോ? ഹാപ്പി ബർത്ത്ഡേ ബേബി. താങ്ക് യു. ശ്വാസം വലിക്കാം. അമ്മമ്മയുടെ ശ്വാസം വലിക്കാൻ പോകാം. അമ്മമ്മ അതിനേലും വലിയ അഭിനയം. യസുവിന്റെ ചേട്ടന്മാരും ചേച്ചിമാരും എത്തിയിട്ടുണ്ട്. എല്ലാരും ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഹലോ താങ്ക് യു. എന്തുണ്ട് ജോഹാൻ വിശേഷം? യേസുവിന്റെ ചേട്ടന്മാരും ചേച്ചിമാരും വന്നാ തെറ്റിച്ചില്ല ചേട്ടന്. വളരെ സക്സസ്ഫുള്ളി വഴി തെറ്റിച്ചു. കോവിഡിന്റെ സമയത്ത് നല്ല കൂടെ മണ്ണം വയറൊക്കെ ഇപ്പൊ അവൻ വണ്ണം കുറഞ്ഞു.
സിൽക്കാവട്ടെ. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൂച്ചിനെ പിടിച്ചത്. പോകുന്നു യൂട്യൂബ് ചാനലൊക്കെ. യൂട്യൂബ് ചാനൽ കുഴപ്പമില്ല, ഞങ്ങൾ ചെറിയ രീതിക്കുള്ള എന്റെ യൂട്യൂബ് ചാനലാണ്. വലിയ രീതിക്കല്ല, എനിക്ക് പക്ഷെ ചെറിയ രീതിയിലാണ് വലിയ രീതിയിലാവുന്നത്. ചിഞ്ചേച്ചിയാണ് എന്റെ മാതൃക. ഞാൻ പക്ഷെ ലോങ് വീഡിയോ ഒന്നും ഇല്ല, ഷോർട്സ് മാത്രമേ വ്യൂ പോകുന്നുണ്ട്. നീ കണ്ട എന്റെ ഡാൻസിന് 24K ആയി. അത് ഞാൻ കണ്ടില്ല. ഞാന് ചിറക് വെക്കാൻ പോണോ പ്ലസ് അവിടെ? ഓ പനി ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പുറത്തെ ക്യാമറ ഇപ്പുറത്തെ ഞാൻ ഒരു ക്യാമറ യാശി ചേച്ചി കേക്ക് മുറിക്കാണ്ട് നോക്കിക്കോളട്ടെ. അതൊക്കെ ചെലപ്പോ വേണ്ടി യൂട്യൂബ് ലൈവ് അപ്പൊ മായ കാണിക്കുന്നേ. മഞ്ചാണ്ട് ഫുള്ള് ഇട്ടിട്ടുണ്ട്, ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. വെൽക്കം. ബ്ലാക്ക് സ്കൂളിൽ നിന്ന് എല്ലാവരും ഇതൊക്കെ യൂട്യൂബിൽ എല്ലാവരും ഉണ്ടാവും. ബർത്ത്ഡേ കേള് ഫുള്ള് മാമ തിന്നണം കേട്ടോ. ഇവിടെ ദേ എസ് ബേബിയുടെ ഗിഫ്റ്റ് പൊട്ടിക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത്
ബേബി പൊടി വലുതാക്കിയാ പറഞ്ഞത്. ഇത് മേമയുടെ ഭാവിയാണോ? അപ്പൊ മേമയുടെ ഭാവി ആരാ? എസ് ആണോ ഇതാണോ ചേച്ചിയുടെ? എന്തൊക്കെയാ കിട്ടിയത്? എസുന്റെ ഗിഫ്റ്റിന്റെ അൺബോക്സിംഗ് ആണ് ഇവിടെ ഇപ്പൊ നടന്നത്. ഒരു ലഹള. ചേട്ടാ എന്താ ചേട്ടാ വിശേഷം? അപ്പൊ ശരി, ഓക്കെ, ബൈ ബൈ ബൈ. അങ്ങനെ ചിന്തേച്ചി അമ്മ അവരൊക്കെ പോയി. അളിയ ഹിന്ദിക്കാരനല്ല, നമുക്ക് ചോറ്. ഇത് വാസുവേട്ടൻ കാണൂട്ടോ വ്ളോഗ്. വാസുരൻ കണ്ടോട്ടെ, വാസുരന്റെ പണ്ടത്തെ വാസുരൻ കാണാൻ വഴിയില്ലേ, കാരണം ആള് ഞാൻ തന്നെ കണ്ടില്ല. തള്ളയില്ല തന്ത. ചെറിയൊരു കുടുംബ പ്രശ്നം. യാഷിക്ക് എവിടുത്തെ ചെക്കിന് വേണ്ടേ? യാഷി പറയുന്നത് യാഷി കൊറിയയിലത്തെ ആൾക്കാരെ കല്യാണം കഴിക്കാൻ പോകുന്നുള്ളൂ. പിന്നെ ക്യാൻവാസ് ചെയ്തോണ്ടിരിക്കുക. കൊറിയയിലല്ല അമേരിക്കയിൽ പോയാൽ മതി. ഒന്നുമില്ല. ഓക്കെ ബൈ ബൈ. ശരി എന്നാ, ഓക്കെ ബൈ. എല്ലാം കാണാം. അടി കിട്ടും. ശരി ആൻറ്റി, ബൈ. എനിക്ക് ബർത്ത്ഡേ ഇഷ്ടായോ? അവിടെ നോക്കി പറ. അപ്പൊ ശരി മമ്മി, ബൈ. പപ്പ ബൈ. പാട് പാട്. ഇവരുടെ കോഴിയിൽ ജനിക്കേണ്ട ആള് നീ എന്തിനിവിടെ ജനിപ്പിച്ചു? കഷ്ടപ്പെട്ട് പഠിച്ച് ഇംഗ്ലീഷാണ്. എസ് ബേബി ഉറങ്ങിയെങ്കിലും എസ് ബേബിന്റെ ബർത്ത്ഡേ നമ്മൾ സൂപ്പർ ആയിട്ട് ആഘോഷിച്ചു. സോ ഹാപ്പി ബർത്ത്ഡേ സു. So guys, signing off, Kannambura family. Yeah.